എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ എല്ലാ പൗരന്മാർക്കും ഓരോ കാറ് വീതമുണ്ട്. അന്ന് അത്ഭുതകരമായിരുന്നത് കേൾക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, മിക്കവാറും എല്ലാ വീട്ടിലും തന്നെ കാറുണ്ട്, ഒന്നിൽ കൂടുതൽ കാറുണ്ട്. അങ്ങനെ ദേശീയ ലെവലിൽ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കാറും ചെയ്യുന്നുണ്ട്. ഈ കാറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കഴുകണമെങ്കിൽ കുറച്ചേറെ വെള്ളം വേണം. കൂടാതെ ഒരു വലിയ ലബോറിയസ് വർക്കാണ് ഈ കാറ് കഴുകുക എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കഴുകിയില്ലെങ്കിൽ കാറ് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പരിഹരിക്കാൻ വേണ്ടി കാർ വാഷേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ മെഷീൻസ് ഇറക്കിയിട്ടുണ്ട്. 10,000 രൂപ വിലയുള്ളത്. അത് എയർ കംപ്രസർ വെച്ച് പ്രഷറൈസ് ചെയ്ത്, വെള്ളം പ്രഷറൈസ് ചെയ്ത് പ്രഷർ വാട്ടർ കൊടുത്ത് കഴുകുന്നത്. പക്ഷേ ഈ പ്രഷർ വാട്ടർ കൊണ്ട് കഴിയാലും കട്ടിക്കിരിക്കുന്ന അഴുക്ക് മാത്രമേ കുറേ പോകത്തുള്ളൂ. ബാക്കി കൈകൊണ്ട് തന്നെ മൊത്തം കൈകൊണ്ട് സോപ്പും ചേർത്ത് തുണി കൊണ്ട് കഴുകുക, അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ട് കഴുകിയതിന് ശേഷം പിന്നീട് പ്രഷർ വാട്ടർ പിന്നെയും കൊടുത്താണ് കഴുകുന്നത്. ഇതിന് ഇലക്ട്രിസിറ്റി വേണം, വെള്ളം ഒരുപാട് വേണം, അതുപോലെ മെനക്കേട്. ഇത് ഡോറിൻ്റെ പകുതിക്ക് താഴെയുള്ള ഭാഗം, വീൽ കപ്പ്, അതുപോലെ ഗ്രില്ല്, ഇതെല്ലാം കഴുകണമെങ്കിൽ കുനിഞ്ഞ് നിന്നേ കഴുകാൻ പറ്റും. അപ്പോൾ കൈ നന്നായിട്ട് നനച്ചേ ഒക്കത്തുള്ളൂ. കുനിയേണ്ട കാര്യം വരും. നടുവിന് പ്രശ്നമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഡോറിൻ്റെ പകുതിക്ക് താഴെയുള്ള ഭാഗം മുഴുവൻ റോഡിലെ വേസ്റ്റാണ്. പട്ടിക്കാഷ്ടം, ഇങ്ങനെയുള്ള വേസ്റ്റുകളാണ്, അൺഹൈജീനിക്കാണ്. അത് കൈകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാനസിക പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രഷർ വാട്ടർ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഈ അഴുക്ക് കളയുന്നതിൻ്റെ സയൻസ് ഒന്ന് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതിന് സോപ്പൊന്നും ആവശ്യമില്ല. നിരന്തരമായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ പെയിൻറ്റ് ഫെയ്ഡ് ചെയ്യും. പിന്നെ അത് ഒരു 6 മാസമെങ്കിലും ഒരിക്കലും ക്രാപ്പിംഗ് കമ്പൗണ്ടർ പിടിച്ച് പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവും. അത് പെയിൻറ്റിൻ്റെ ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ കൂടുതൽ പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടത്, ഈ അഴുക്കളയണമെങ്കിൽ അത് വെള്ളത്തിൽ കുതിരണം. കുതിർന്ന് കഴിഞ്ഞിട്ട് തുണി കൊണ്ടൊന്നും തേച്ചാൽ ഇത് ചുവ പോകില്ല. അതിന് പകരമായിട്ട് ബ്രഷാണ് ആവശ്യം. തുണിയൊക്കെ ഭേദം ബ്രഷാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ പല്ല് തേക്കുന്നതിന് പേസ്റ്റ് എടുത്ത് വിരൽ വെച്ചിട്ട് തേച്ചാൽ പല്ലൊരിക്കലും വൃത്തിയാകില്ല. അതിന് ബ്രഷ് തന്നെ വേണം. ക്ലീനിങ്ങിന് ഏറ്റവും പറ്റിയ സാധനം ബ്രഷാണ്. പക്ഷേ പല്ല് തേക്കുന്ന ബ്രഷ് പോലല്ല, ഇതിൻ്റെ ബ്രഷ് വളരെ ബ്രിസിൽസ് വളരെ സോഫ്റ്റ് ആയിരിക്കണം. അതുപോലെ നാളെ നീളം വേണം. എല്ലാ കാറിൻ്റെ ബോഡി മുഴുവനും പഴയ കുഴികളുള്ള ഭാഗങ്ങളുടെ ഗ്രില്ല്, അതുപോലെ തന്നെ വീൽ കപ്പ്, വീൽ ഡിസ്ക്, പിന്നെ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗം, ഇവിടെയൊക്കെ കുഴികളാണ്. വിങ് മിററിൻ്റെ ഭാഗങ്ങളൊക്കെ കുഴിയും കുന്നോട്ട് കിടക്കുന്നതാണ്. അവിടെ എല്ലാം എത്തിച്ചേരണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് 3 ഇഞ്ച് നീളമുള്ള ബ്രിസിൽസാണ്. അത് നൈലോൺ ബ്രിസിൽസാണ്, വളരെ സോഫ്റ്റാണ്. ഇത് ബോഡി ഞാൻ 8 വർഷമായിട്ട് എൻ്റെ കാർ ഇത് ഉപയോഗിച്ചാണ് കഴുകുന്നത്. പഴയത് ഞാൻ കളഞ്ഞു. ഇപ്പം 8 വർഷമായി ബ്രിസിൽസ് എല്ലാം തേഞ്ഞു പോയി. ഇപ്പോൾ പുതിയ ബ്രഷ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴുകാൻ പറ്റും. 10 മിനിറ്റ് മതി വലിയ കാർ കഴുകാനായിട്ട്. ആദ്യം കഴുകേണ്ടത് നമുക്ക് ടോപ്പ് സർഫസാണ്. അവിടെ വെള്ളം ആദ്യമായിട്ടൊന്ന് ജെറ്റ്, അപ്പോൾ എൻ്റെ ഈ മെഷീനകത്ത് ഒരു നോസിലുണ്ട്. ആ നോസിൽ ജെറ്റ് ആയിട്ട് വെള്ളം പുറത്ത് വയ്ക്കും. അതുപോലെ വളരെ മൈൽഡായിട്ട് ചെറിയ ധാരയായിട്ട് വരും. അതിനൊരു വാൽവുണ്ട്. അപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ടാപ്പിൽ കണക്ട് ചെയ്താണ്. അതിന് അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇതിനകത്ത് വരുന്ന ഹാൻഡിലുണ്ട്. ഹാൻഡിലിനകത്ത് വാൽവുണ്ട്. വാൽവ് കൺട്രോൾ ചെയ്താൽ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നല്ല ജെറ്റായിട്ട് വെള്ളം വരും. അപ്പോൾ ആദ്യം ടോപ്പ് ഭാഗമുണ്ട്, മേളും താഴോട്ടേ കഴുകാവൂ. കാരണം ഒഴി വരുന്ന വെള്ളം താഴേന്ന് മേലോട്ട് കഴുകി കഴിഞ്ഞാൽ വൃത്തിയാക്കിയ ഭാഗത്ത് പിന്നെ അഴുക്കുന്നില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മേളിൽ നിന്ന് താഴോട്ട്. അപ്പോൾ ടോപ്പ് ഫുഡും ഡിക്കിയുടെ ടോപ്പും ബോണറ്റിൻ്റെ ടോപ്പും ഒക്കെ ആദ്യം മാത്രം കഴുകുക. അത് 1 മിനിറ്റ് കൊണ്ട് കഴുകി കൊടുക്കാൻ പറ്റും. ഈ ജെറ്റായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം ഈ ബ്രഷ് അതിനായിട്ട് മുമ്പോട്ടും പുറകോട്ടും ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന ബ്രഷിന് 11 ഇഞ്ച് നീളം. അപ്പം നമ്മളൊന്ന് മുമ്പോട്ട് തള്ളി പുറമോട്ട് എടുക്കുമ്പോഴത്തേക്കിന് 11 ഇഞ്ച് വീതിയിലാണ് ഈ അഴുക്ക് പോകുന്നത്. കയ്യിൽ സ്പോഞ്ചൊക്കെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ തുണി എടുത്ത് വെച്ച് ചെയ്താൽ വളരെ ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത, ഈ ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം വെള്ളം കൂടെ കിട്ടണം. അത് പ്രത്യേകമായിട്ട് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പൈപ്പിൽ നിന്നൊരു ഹോസ് ഇട്ട് കാറിൻ്റെ ബോഡി മുഴുവൻ വെള്ളം ഒഴിച്ച് കുതിർത്തതിന് ശേഷം ഒരറ്റത്തുനിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് മറ്റേ അറ്റത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം കുഴിച്ച് ഇത് കഴുകുന്നത് ശരിക്കും. അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അഴുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭാഗികമായിട്ടെങ്കിലും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്സ് കിടക്കും. എത്ര വെള്ളം ഒഴിച്ചാലും പോകില്ല. അപ്പം ഈ മെക്കനൈസ് ചെയ്തതായ പ്രഷർ വാട്ടർ കൊടുത്താലും ശരി തന്നെ പിന്നെയും സോപ്പിട്ട് കഴുകണം. അതുപോലെ ഈ സോപ്പ് കഴുകിക്കളയാനായിട്ട് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അല്പമെങ്കിലും വാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം കൊണ്ട് ശക്തിയായിട്ട് വെള്ളം അപ്ലൈ ചെയ്താൽ പോലും പിന്നെ മുഴുവൻ അഴുക്ക് പോകില്ല. സ്റ്റെയിൻസ് അവിടെ നിൽക്കും, പാടുകൾ അവിടെ കിടക്കും. ഇതെല്ലാം തീർക്കാനായിട്ടാണ് ഞാൻ ഈ ടൂൾ ഉണ്ടാക്കിയത്. സിമ്പിൾ ടൂളാണ്. ഇതിനകത്ത് ഈ ജെറ്റിൽ കൂടെ വെള്ളം വരുമ്പോൾ ആദ്യം മാക്സിമം പവർഫുള്ളായിട്ട് കൊടുക്കും. അപ്പം ടോപ്പ് ഫുഡും ബോണറ്റിൻ്റെ ടോപ്പും ഡിക്കിയുടെ ടോപ്പും നനയ്ക്കുന്നതിന് ശേഷം ബ്രഷ് ചെയ്യും. അന്നേരം ഇത് വളരെ കുറച്ചിടും. അധികം വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, കുറച്ച് ദേഹത്ത് തെറിക്കാനിരിക്കാൻ വേണ്ടി
കുറച്ചിട്ടതിന് ശേഷം ഉടൻ തന്നെ പിന്നെ ജെറ്റിലേക്ക് ജെറ്റിലിട്ട് കഴിഞ്ഞാൽ വെള്ളം ഈ അഴുക്ക് കളയതെല്ലാം വാഷ് ഔട്ട് ചെയ്തു. എന്നിട്ട് ഇത് സ്പൈൽ ഓവർ ചെയ്തിട്ട് കാറിൻ്റെ 4 വശത്ത് പൊരിച്ചിറങ്ങുന്നത്. കാരണം അവിടെ എല്ലാം അപ്പോഴത്തേക്ക് കൊടുക്കും. അപ്പം വെറ്റ് ആൻഡ് സോഫ്റ്റ് ദെൻ ബ്രഷ്, അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പേറ്റൻ്റ്, ഈ ഇഷ്യൂന്ന് തന്നെയാണ് പേറ്റൻ്റ് കിട്ടിയത്. എന്നിട്ട് കാറിൻ്റെ ഒരു ബാക്ക് മൂലം ഇരിക്കട്ടെ, ഇടത്ത് വശത്തെ മൂലം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീൽ ഡിസ്ക് എല്ലാം കൂടെ ചേർത്ത് കഴുകി വിൻമിയറുടെ സൈഡും ചേർത്ത് ഇങ്ങനെ ചുറ്റി അങ്ങേ മൂലയ്ക്ക് നിൽക്കാം. നേരെ ഡയഗണലി ഓപ്പോസിറ്റായിട്ട് നിൽക്കാം. അവിടെ കഴിഞ്ഞിട്ട് ശേഷം നേരെ ആ വിൻഡോ സ്ക്രീനെല്ലാം അതിൻ്റെ കൂടെ വരും. എന്നിട്ട് ഈ ജെറ്റ് വാട്ടർ തുറന്നതിന് ശേഷം ഒന്ന് പിടിച്ചാൽ മതി, മുഴുവനും ഒഴിക്കും. അതുപോലെ അപ്പുറത്ത് ഈ ദിവസം എല്ലാം കൂടെ അപ്പുറത്തോട്ട് പിടിച്ചിട്ട് അവിടെ കഴിയുമ്പോൾ ശരിയായി. 7.5 മീറ്റർ നിങ്ങളുള്ള ഹോസ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എങ്ങനെ കഴുകുന്നുള്ളത് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ. ഇത് റോയൽ യൂണിയൻ എന്ന് പറഞ്ഞൊരു മറ്റേ അഡാപ്റ്ററാണ്. അഡാപ്റ്റർ കൊണ്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഡൊമസ്റ്റിക് ടാപ്പ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇത് ടോപ്പാണ്. ഇതിപ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടിയാണ്, എങ്കിലും ഒന്നുകൂടെ കഴുകി കാണിക്കും. കുറയ്ക്കുക, എത്രയും പണം മാത്രമേ പോകുന്നു, ശക്തി കുറയ്ക്കുക. ഇവിടെയുള്ള സർഫസാണ് വൈകണ്ട വീടുകളിലെല്ലാം ഈ ലോങ് ആണ്. പ്രത്യേകിച്ച് ഒരു കയറി എടുക്കേണ്ട കാര്യം. ടോപ്പ് കഴിഞ്ഞു. ഈ സൈഡ് തുടങ്ങുകയാണ്. സൈഡ് ഈ അടിവശം കഴിഞ്ഞാൽ പുലിയിന് കഴിയൊക്കെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ വീൽ കപ്പ് കഴിഞ്ഞു. കഴുകുന്നു. ഇങ്ങനെ 4 വശവും കഴുകാവുന്നതാണ്. ഇതിനുള്ളിലാണ് ഈ നോസിലുള്ളത്. നോസിലാണ് ഈ ജെറ്റ് ഉണ്ടാക്കുന്നത്. മാക്സിമം തുറന്നു കഴിഞ്ഞാൽ നല്ല ജെറ്റായിട്ട് വെള്ളം പോകുന്ന കാണാം. കുറയ്ക്കണത് ഇതാ കുറയ്ക്കുക, ഏത് ലെവലിൽ വേണമെങ്കിലും കുറയ്ക്കുക. കഴുകുന്ന സമയത്ത് ചെറിയൊരു ഫ്ലോ മതി, ഇത്രയും മതി, വെള്ളം ലാഭിക്കാൻ വേണ്ടി. അതുപോലെ ദേഹത്തും തെറിക്കും, ഞങ്ങൾ കണ്ടവനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് റിൻസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ നിന്നാണ് പിടിക്കുന്നത്. എത്ര ശക്തിയായിട്ട് വെള്ളം വളരെ കുഴപ്പമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഒരു യാത്ര പോയിട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് വണ്ടി കഴുകിയിട്ട് ഡ്രസ്സിനൊക്കെ ഒരു അഴുക്കുമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും തെറിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കൺവീനിയൻസ്. 10 മിനിറ്റ് കൊണ്ട് കാർ കിട്ടും. അത് വലിയ കാർ തന്നെ 10 മിനിറ്റാണ് കാർ. ഇന്നോവ ഒക്കെ ആണെങ്കിൽ 15 മിനിറ്റ്. അത്ര സുഖകരമായിട്ട് ചെയ്യാവുന്ന ജോലിയാണ്. ഏത് ഈ വീൽഡ് ഈ പ്രശ്നത്തെ എല്ലാം കുഴിയില്ലെല്ലാം കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിൽ ഈ വിങ്ങറുണ്ട്. പ്ലാസ്റ്റിക്കാണ് മുട്ടുന്ന ശബ്ദം കെട്ടെന്ന് വെച്ചൊന്നും ഭയക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഈ റബ്ബറുടെ സത്തസ് എല്ലാം പ്രൊസസ് ഇറങ്ങിയിട്ട് വേറെ കൈ കൊണ്ട് വളരെ കാര്യമില്ല.
ഡൊമസ്റ്റിക് ടാപ്പിൽ നിന്നാണ്. നമുക്ക് ഇവിടെ സൗകര്യമായിട്ടുള്ള ഭാഗത്തുള്ള ടാപ്പ് ഇതിന് 1 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതായ ഹോസാണ് ഉപയോഗിക്കുന്നത്. അതിന് 7.5 മീറ്റർ നീളമുണ്ട്. 7.5 മീറ്റർ നീളമുള്ളതുകൊണ്ട് നമുക്ക് കാറിൻ്റെ 4 വശം ചുറ്റിപ്പാനുള്ള നീളം അത് മതി. എന്നിട്ട് ഇത് ഈ പൈപ്പിൽ വാൽവ് ഇത് 1 ഇഞ്ച് വാൽവാണ്. ഈ വാൽവിലേക്ക് ഈ ഹോസ് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈവിട്ട് പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരത്തില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ സ്ലീവ് ഇട്ടിരിക്കുന്നത്. 2 അടി നീളമുള്ള സ്ലീവ് വളഞ്ഞ് കിടക്കത്തുള്ളൂ, ഒരിക്കലും ഒടിയത്തില്ല. അതാണ് ഇതിൻ്റെ വേറെ വലിയ പ്രയോജനം. ആവശ്യം കഴിഞ്ഞിട്ട് ഷെഡിൽ തന്നെ വെയിൽ കൊള്ളാട്ടത് വെച്ചാൽ മതി. ഇത് ഡാമേജ് വളരെ എൻ്റെ നേരത്തെ ഉണ്ടാക്കി 8 വർഷം കിടന്നു. ഇപ്പോഴാണ് അതിൻ്റെ ബ്രിസിൽസ് എല്ലാം തേഞ്ഞ് ഒരുപാട് പോയതുകൊണ്ടാണ് മാറ്റിയത് തന്നെ. ഇതാണ് വാൽവ്. ബ്രഷിൻ്റെ എല്ലാം അടുത്തില്ലേ, അതുകൂടെ അങ്ങ് ചേർത്താൽ മതി. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രിസിലാണ്. നൈലോൺ കൊണ്ട് നിർമ്മിച്ചതാണ്. 3 ഇഞ്ച് നീളമുണ്ട്. അത് കാരണം വളരെ സോഫ്റ്റാണ്. അറ്റം ചതച്ചിട്ട് വേണം വരെ ബ്രിസിൽസിൻ്റെ. അപ്പോൾ വളരെ ഒരു തെളി തൊടുമ്പോഴത്തേക്ക് 15 വീതിയിലാണ് അതിൽ മാറിപ്പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പം തീർക്കാം. സ്ട്രെയിനില്ല. ഇതിൻ്റെ വെയിറ്റ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 1 കിലോ പോലും വെയിറ്റ് ഇല്ല. അപ്പോൾ കൈ കഴിക്കുന്ന പ്രശ്നമില്ല, ക്ഷീണിക്കുന്ന പ്രശ്നമില്ല, കുഴിയുന്ന പ്രശ്നമില്ല, വെള്ളം കൈ നനയ്ക്കേണ്ട കാര്യമില്ല. റോഡിലെ അഴുക്കൊക്കെ അടിഭാഗത്തേക്ക് അതൊന്നും കൈ കൊണ്ട് തൊടേണ്ട കാര്യമില്ല. ഈ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാണ്. കൈയും അശുദ്ധമാകുന്നില്ല. അൺഹൈജീനിക്കായിട്ടുള്ള മെറ്റീരിയൽ തൊടണ്ട. പിന്നെ കോസ്റ്റ് വൈസ് നോക്കിയാലും വളരെ എക്കണോമിക്കലാണ്. അതുകൊണ്ട് 2000 രൂപ താഴെ വരത്തുള്ള വെള്ളത്തിന് വില. അപ്പോൾ ഇത് ആളുകൾക്ക് വളരെ ഉപയോഗിക്കാവുന്നതാണ്. ലക്ഷക്കണക്കിന് കാറുള്ള ഇന്ത്യയിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. വെള്ളം വളരെ കുറച്ച് മതി. 20 ലിറ്റർ വെള്ളം കൊണ്ട് കഴിയും തീർക്കാം. അപ്പോൾ വേറെ വലിയ പ്രത്യേകത. മറ്റേ കംപ്രസറൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ടി വരും. ഇതിനുണ്ട് വളരെ കുറച്ചുകൂടെ പറയാൻ വേണ്ടി പുതുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ പ്രധാന ഇഷ്യൂ ഇതാണ്, ടെക്നിക്ക് ഇതാണ്. പുതുക്കുക ബ്രഷ് ചെയ്യുന്നതിനുണ്ട്. തുണി കൊണ്ട് ഉടയ്ക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ബ്രഷ് ചെയ്യുന്നതാണ്. ആ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് അഴുക്കിളകിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് വാഷ് ചെയ്യണം, റിൻസ് ചെയ്യണം. റാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയിൻ പോലും ഇല്ലാതെ മുഴുവൻ അഴുക്കും പോകും. അത് ഗ്രീസോ ഓയിലോ എന്താണെങ്കിലും പോകും. അതേസമയം അത് താമസിച്ച് പോയാൽ പിന്നെ അതിൻ്റെ സ്റ്റെയിൻ ഒഴിക്കും. അതുപോലെ വെറ്റാക്കാതെ, നനയ്ക്കാതെ, സോഫ്റ്റ് ചെയ്യാതെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോരാൻ ഒരു സാധനം പൊടിക്കകത്ത് ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ബ്രഷ് ഒലിക്കത്തില്ല. ആ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇവിടെ കൂടി കഴിഞ്ഞിട്ട് പോകും. പക്ഷേ വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലൂബ്രിക്കൻ്റ് അറ്റാക്ക് ചെയ്യും വെള്ളം. അതാണ് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ വൈപ്പർ വെള്ളം നനയ്ക്കാതെ സ്പ്രേ ചെയ്യാതെ വൈപ്പർ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പോറുന്നതിൻ്റെ കാരണം അത് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വെള്ളമുണ്ടെങ്കിൽ അത് ലൂബ്രിക്കൻ്റ് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ. അപ്പോൾ വെള്ളത്തിൽ സ്പ്രേ ജെറ്റായിട്ട് വെള്ളം കൊടുത്ത് കുലുക്കുക. എന്നിട്ട് ബ്രഷ് കൊണ്ട് ചെറിയ തോതിൽ ധാര പോലുള്ള വെള്ളം വരുന്നത് കാരണം വാല് കുറച്ച് വെക്കുക, ബ്രഷ് ചെയ്യുക. അപ്പോഴത്തന്നെ ഇപ്പോൾ ഈ മൂലയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ അങ്ങേ മൂലയിൽ ചെല്ലുമ്പോഴത്തേക്ക് 1 മിനിറ്റ് വല്ലതും കഴിയും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കഴിയും കളയുക. അങ്ങനെ 2 സൈഡും കഴിയുമ്പോൾ തീർന്ന് ജോലി ചെയ്യുന്നു. ഫുഡ് അടിക്കാനൊക്കെ 1 മിനിറ്റ് പോലും വേണ്ട. 10 മിനിറ്റോട് സുഖമായിട്ട് ഈ ഇൽക്കപ്പടക്കം കഴുകിയെടുക്കാൻ പറ്റും. അധ്വാനം വളരെ കുറവാണ്. കുനിയണ്ട, കൈ നനയ്ക്കേണ്ട, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം, എക്കണോമിക് എഴുതാം. ഈ പ്രത്യേകതകളെല്ലാം ഇതിനുണ്ട്. എനിക്ക് സമീപകാലത്താണ് പേറ്റൻറ്റ് കിട്ടുന്നത്. 2 രൂപയുടെ പേറ്റൻറ്റ് കിട്ടുന്നത്.